നമസ്കാരം, ഞാൻ ലിൻഡ വർഗീസ്. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഞാൻ കുക്കിങ്ങിൻ്റെയും ട്രാവലിങ്ങിൻ്റെയുമായ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്തത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. എന്താണെന്നല്ലേ, നമ്മുടെ വീടിന് മുകളിലൂടെ ഒരു കിളി പറന്നു പോകുന്നത് പോലെ പോകുന്ന ഫ്ലൈറ്റ്, അത് ഏത് എയർക്രാഫ്റ്റ് ആണെന്നോ എവിടെ നിന്ന് എവിടേക്ക് പോകുന്നെന്നോ നമുക്കറിയാൻ കഴിയില്ല. എന്നാൽ അതറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ വീടിന് മുകളിലൂടെ പോകുന്ന ഫ്ലൈറ്റ് ഏതാണെന്നറിയാൻ മാത്രമല്ല, ഫ്ലൈറ്റ് യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും എയർപോർട്ടിൽ ആരെയെങ്കിലും വിടാനോ അവിടുന്ന് ആരെങ്കിലും വിളിക്കാനോ ഒക്കെ ആയിട്ട് പോകുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗമുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണിത്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. 2010 സെപ്റ്റംബറിൽ റിലീസ് ചെയ്ത ഈ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് Flightradar 24 ഫ്ലൈറ്റ് ട്രാക്കർ എന്നാണ്. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോണിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇനി ഈ മൊബൈൽ ആപ്പ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് കാണാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച Flightradar 24 എന്ന് പറഞ്ഞ ഈ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലൊരു മാപ്പ് കിട്ടും. ഈ കാണുന്ന ലൊക്കേഷൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ടിൻ്റെ ലൊക്കേഷൻ പിൻ കിട്ടും. ആ പിൻ ഓപ്പൺ ആക്കിയാൽ ആ എയർപോർട്ടിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ്, അവിടുത്തെ ടെമ്പറേച്ചർ, അവിടുത്തെ വിൻഡ് സ്പീഡ്, അവിടുത്തെ റൺവേയെ പറ്റിയുള്ള കാര്യങ്ങൾ, അവിടെ ആദ്യ ദിവസം എത്ര ഫ്ലൈറ്റ് അറൈവലുണ്ട്, എത്ര ഫ്ലൈറ്റ് ഡിപ്പാർച്ചറുണ്ട്, ഓൺ ഗ്രൗണ്ടിൽ എത്ര ഫ്ലൈറ്റ് ഉണ്ട്, അങ്ങനെ എല്ലാവിധമായ വിവരങ്ങളും നമുക്ക് അതിൽ നിന്ന് കിട്ടും. അറൈവൽസ് ഓപ്പൺ ആക്കുമ്പോൾ അന്നത്തെ അറൈവൽ ഫ്ലൈറ്റുകളുടെ ലിസ്റ്റും ഡിപ്പാർച്ചർ ഫ്ലൈറ്റുകളുടെ ലിസ്റ്റ്, ഓൺ ഗ്രൗണ്ടിൽ അപ്പോൾ ആ ഗ്രൗണ്ടിൽ എത്ര ഫ്ലൈറ്റുകൾ ഉണ്ടെന്നുള്ളതും നമുക്ക് അറിയാൻ കഴിയും. ഇനി ഈ സെറ്റിങ്സ് എന്നുള്ളത് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം കാണുന്നത് മാപ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. നമുക്ക് മാപ്പ് ഏത് രീതിയിൽ നമുക്ക് കാണണമെന്നുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻസ് അവിടെയുണ്ട്. എനിക്ക് സ്യൂട്ടബിളായിട്ട് തോന്നിയത് നോർമൽ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ മാപ്പിൽ കാണുന്ന ഫ്ലൈറ്റുകൾ ലേബലൊന്നും ഇല്ലാതാണ് കാണുന്നത്. അത് നമ്മളിവിടെ നൺ എന്നുള്ളത് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ്. ലോഗോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കണ്ടോ, ഫ്ലൈറ്റിൻ്റെ ലോഗോ അതിൽ കാണിക്കും. അത് നമുക്ക് ഏത് ഫ്ലൈറ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി ഈ ടെസ്റ്റ് ലേബൽ എന്നുള്ളത് ഓപ്പൺ ആക്കിയാൽ അതിൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഫ്ലൈറ്റുകളുടെ റൂട്ട് അനുസരിച്ച് കാണണമെങ്കിൽ അങ്ങനെയുണ്ട്, ഫ്ലൈറ്റ് നമ്പർ അനുസരിച്ച് കാണണമെങ്കിൽ അങ്ങനെയുണ്ട്, എയർക്രാഫ്റ്റ് അനുസരിച്ച് കാണണമെങ്കിൽ അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഏതാണോ നിങ്ങൾക്ക് വേണമെന്ന് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ, ഞാനിപ്പോൾ ഇവിടെ G9446 എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ റൂട്ട് മാപ്പിൽ കാണിക്കുന്നുണ്ട്. ആ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് സൈഡിൽ കാണിക്കും. ഇത് ഷാർജ ടു ട്രിവാൻഡ്രം ഫ്ലൈറ്റാണ്. ഇതിൻ്റെ ടേക്ക് ഓഫ് ടൈമിംഗ്, ലാൻഡിങ് ടൈമിങ്, എത്ര ഹൈറ്റിലാണ് പോകുന്നത്, എന്ത് സ്പീഡിലാണ് പോകുന്നത്, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കിട്ടും. ഇതുപോലെ നമ്മുടെ മാപ്പിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇതിൽ കാണിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കിയാൽ ലോകത്തെവിടെയുള്ള ഫ്ലൈറ്റിനെ പറ്റിയാണെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നതായിരിക്കും. ഓരോ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന ഫോഴ്സുകളുടെ ഫ്ലൈറ്റുകൾ, ലൈക്ക് എയർഫോഴ്സിൻ്റെയൊക്കെ ഫ്ലൈറ്റുകളുടെ ഡീറ്റെയിൽസ് നമുക്കിതിൽ കിട്ടത്തില്ല. ഇവിടെ ഈ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ നമുക്ക് റൂട്ട് അനുസരിച്ചും ലൈവ് എയർക്രാഫ്റ്റ് അനുസരിച്ചും ഒക്കെ നമുക്ക് ഫ്ലൈറ്റ് സെർച്ച് ചെയ്യാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റീവായ ഒരു കാര്യം, നമുക്ക് ഇതുപോലെ ലൈവായിട്ട് ഫ്ലൈറ്റിൻ്റെ 3D വ്യൂവും കാണാൻ കഴിയും. തമ്പനയിലിൽ പറഞ്ഞിരുന്നത് കണക്ക് നമ്മുടെ വീടിന് മുകളിലൂടെ പോകുന്ന ഫ്ലൈറ്റ് ഏതാണെന്നറിയാനും അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നറിയാനും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു എന്ന് എനിക്കറിയാം. അതിനായിട്ട് ഈ കാണുന്ന AR എന്നുള്ളത് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളുടെ മൊബൈൽ സാധാരണ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ ഫോക്കസ് ചെയ്യുന്ന കണക്ക് ആ പോകുന്ന ഫ്ലൈറ്റിലേക്ക് ഫോക്കസ് ചെയ്യുക. കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഈ കാണുന്ന കണക്ക് നമുക്ക് ആ ഫ്ലൈറ്റും ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാണാൻ കഴിയും. എങ്ങനെയുണ്ട് ഈ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ല് ഓൾ എന്നാക്കി വെച്ചാൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക്